ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്? ചിലപ്പോൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളതിനെ സ്നേഹം എന്നായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഇമോഷണൽ ട്രാപ്പായിരിക്കും. അതിലും വിചിത്രമായൊരു കാര്യമുണ്ട്. പലർക്കും തങ്ങളിപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് പോലും അറിയില്ല. കാരണം ടോക്സിക് റിലേഷൻഷിപ്പ് ഒരിക്കലും ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞു വരില്ല. അത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന വാക്കിൽ നിന്നാണ് പലപ്പോഴും ആരംഭിക്കുന്നത്. അരുൺ എന്നൊരു യുവാവ് കോളേജിൽ വെച്ച് ഒരാളായിട്ട് പ്രണയത്തിലായി. ആദ്യത്തെ മാസങ്ങളെല്ലാം മനോഹരമായിരുന്നു. പക്ഷേ പതിയെ അവൾ അവൻ്റെ എല്ലാ തീരുമാനങ്ങളും നിയന്ത്രിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ കാണരുത്, വീട്ടുകാരോട് അധികം സംസാരിക്കരുത്, ഫോൺ എടുത്താൽ പോലും മണിക്കൂറോളം വഴക്ക്. പക്ഷെ അരുൺ ആദ്യം അതിനെ സ്നേഹത്തിൻ്റെ ആഴമാണെന്നിട്ട് കരുതിയത്. ഒരു വർഷത്തിന് ശേഷം അവന് മനസ്സിലായി അവൻ സ്നേഹത്തിലല്ലായിരുന്നു, അതൊരു ഇമോഷണൽ ട്രാപ്പായിരുന്നു എന്ന്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതെൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലെന്ന്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെയും പതിയെ തകർക്കുകയാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനത്തിൽ പറയുന്ന ഓരോ സൈക്കോളജിക്കൽ ട്രിക്കും ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുള്ള ഒന്നാണ്. സ്നേഹം അല്ലെങ്കിൽ പ്രണയം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നാണ്. അത് ശരിയായ വ്യക്തിയോടൊപ്പമുള്ള പ്രണയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും, ആത്മവിശ്വാസം കൂട്ടും, സ്ട്രെസ്സ് കുറക്കും, നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരവും കളറുമാക്കും. പക്ഷേ തെറ്റായ ഒരാളോടുള്ള സ്നേഹമാണെങ്കിലോ അത് നമ്മളുടെ സന്തോഷം മാത്രമല്ല, നമ്മളെ ആത്മാഭിമാനവും വ്യക്തിത്വവും നമ്മളെപ്പോലും പതിയെ ഇല്ലാതാക്കും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റായ ആളുകളെ പോലും വിട്ടുപോകാൻ കഴിയാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ ഇത്രയും ബുദ്ധിമുട്ട്? അതിലും പ്രധാനമായിട്ട് അതിൽ നിന്നൊക്കെ എങ്ങനെ സ്വയം രക്ഷപ്പെടാം, ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ലേ? ഇന്ന് നമുക്ക് ലവിൻ്റെ സൈക്കോളജിയും ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ മുഖത്തെയും പറ്റി സംസാരിക്കാം. ഒരു കഥ പറയാം. ഇതൊരു പക്ഷെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്ങളുടെയോ കഥയായിരിക്കാം. അരുൺ എന്നൊരു വ്യക്തി, 24 വയസ്സ്. കോളേജിൽ പഠിക്കുമ്പോൾ അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ആദ്യമെല്ലാം സിനിമയിലെ പോലെ തന്നെ മോർണിംഗ് മെസ്സേജസ്, നൈറ്റ് കോൾസ്, ലോങ് ചാറ്റ്സ്, സർപ്രൈസ് ഗിഫ്റ്റ്. അരുണിന് തോന്നി ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹമെന്ന്. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നീ ആരോടാണ് സംസാരിച്ചത്? നീ എന്തിനാണ് അവളെ ഫോളോ ചെയ്യുന്നത്? ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതിനേക്കാൾ എൻ്റെ കൂടെ നീ സമയം ചെലവഴിക്കണം. ആദ്യമൊന്നും അരുണിന് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അവൻ വിചാരിച്ചത് അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൻ പഴയ അരുണായിരുന്നില്ല. ഫ്രണ്ട്സ് ഇല്ല, ഫാമിലിയുമായിട്ട് അധികം സംസാരിക്കാറില്ല, ചിരിക്കാറില്ല, ഡിസിഷൻ പോലും എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ സ്നേഹത്തിലായിരുന്നില്ല, അവൻ പതിയൊരു ഇമോഷണൽ പ്രിസണിലേക്ക് നടക്കുകയായിരുന്നു. ഇവിടുത്തെ സൈക്കോളജി ഓഫ് ലവിനെ പറ്റി പറഞ്ഞ ഒരു ചോദ്യം, അരുൺ ഇത്ര ബുദ്ധിയുള്ള ആളായിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാനേ? ഇതിനുള്ള ഉത്തരവാണ് നമ്മളുടെ ബ്രെയിൻ. അതായത് നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി കെമിക്കൽസാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതും അവരുടെ ഒരു ചെറിയ മെസ്സേജ് പോലും നമുക്ക് ദിവസം മുഴുവൻ സന്തോഷം തരുന്നതും. അവരില്ലാത്തൊരു ജീവിതം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇവിടെ കെമിക്കൽസിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. റെഡ് ഫ്ലാഗ്സ് കാണാനുള്ള നമ്മുടെ കഴിവിനെ ഇത് കുറയ്ക്കും. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇമോഷൻസ് പലപ്പോഴും ലോജിക്കിനെ തോൽപ്പിക്കും. അതുകൊണ്ടാണ് ഈ ബുദ്ധിയുള്ള ആളുകൾ പോലും ടോക്സിക് റിലേഷൻഷിപ്പിൽ കുടുങ്ങുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്ന ഈ റെഡ് ഫ്ലാഗ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അവഗണിക്കരുത്. ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ലക്ഷണങ്ങൾ നോക്കാം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴും അടിയോ വഴക്കോ കൊണ്ടല്ല തുടങ്ങുന്നത്. അതിന് ചെറിയൊരു കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന്, നീ ആരോടാണ് സംസാരിച്ചത്? എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ പുറത്തു പോകരുത്. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം. ഇതൊക്കെ ആദ്യം കെയറിംഗ് ആയിട്ട് തോന്നും, പക്ഷെ പിന്നീട് അതൊരു കൺട്രോളായിട്ട് മാറും. അതിനുശേഷം ഗിൽറ്റ്, മാനിപ്പുലേഷൻ, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഒടുവിൽ നമ്മളുടെ സ്വന്തം തീരുമാനം എടുക്കാൻ പോലും നമുക്ക് ഭയപ്പെടുന്ന ഒരവസ്ഥ. കാരണം ഇവിടെ നമ്മളെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളോ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറോ ആയിരിക്കും. ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിന് നമ്മളുടെ ജീവിതത്തെ തകർക്കാൻ മാത്രമാണ് കഴിയുന്നത്. ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനെയാണ് ബാധിക്കുന്നത്. നമ്മളുടെ സ്ട്രെസ് വർദ്ധിക്കും, ഓവർ തിങ്കിങ് തുടങ്ങും, സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കും, കൂടാതെ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ലീപ്പിംഗ് പ്രോബ്ലംസ് വരെയാകും. ഒടുവിൽ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയിലിട്ട് നമ്മൾ മാറും. അതിലെ ഏറ്റവും അപകടകരമായ കാര്യമാണ്
ഇതെല്ലാം സ്നേഹത്തിന് വേണ്ടി സഹിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം സ്നേഹത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ചുറ്റുമുണ്ട്. ഇവിടെയാണ് നമ്മളെ ഹെൽത്തി ലവ് എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ സ്നേഹം നിങ്ങളെ ഒരിക്കലും ചെറുതാക്കില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അത് നമ്മളെ വളരാനാണ് സഹായിക്കുന്നത്. നമ്മളുടെ കൂടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം ബഹുമാനിക്കുന്ന, നമ്മളുടെ ചെറിയൊരു അഭിപ്രായങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സ്നേഹവും നമ്മളും ഒരിക്കലും ചെറുതാകില്ല. അവിടെ ട്രസ്റ്റ് ഉണ്ടാകും, റെസ്പെക്റ്റ് ഉണ്ടാകും, നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാകും. റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായാൽ പോലും നമ്മളുടെ ജീവിതം ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഒരിക്കലും ഇവിടെ ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇവർ രണ്ടുപേരും വഴക്കിട്ടു. പക്ഷെ ആരും മറ്റൊരാളെ അപമാനിച്ചില്ല. അടുത്ത ദിവസം തന്നെ ഇവരിരുന്ന് സംസാരിച്ചു, ഇവരുടെ പ്രശ്നവും പരിഹരിച്ചു. ഇതിനെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ജയിക്കുന്നത് ഒരാളല്ല, ഇവരുടെ ബന്ധമാണ് ജയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്പാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷപ്പെടാം എന്നതിനെ പറ്റി നോക്കാം. ഒന്നാമത്, നമ്മളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫീലിങ്സിനെയൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. നമുക്ക് മുന്നോട്ട് പോകാൻ ശരിയാണെന്ന് തോന്നുന്ന ബന്ധമാണെങ്കിൽ മാത്രം തുടരുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്, ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കുക. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. മൂന്നാമത്, നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്തു പോകുക. കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളുടെ ചുറ്റുണ്ടാകുന്നത് നമുക്കൊരു ധൈര്യം തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള ടോക്സിക് പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മാറ്റരുത്. ഇങ്ങനെയുള്ള ഐസൊലേഷനാണ് ഈ ടോക്സിക് ആൾക്കാരുടെ ഏറ്റവും വലിയ ആയുധം. അത് നമുക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് മാറുന്നതും പിന്നീട്. നാലാമത്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തരുത്. ഒരു റിലേഷൻഷിപ്പ് വിജയിക്കണമെങ്കിൽ രണ്ടുപേരും പരിശ്രമിക്കണം. അതിലൊരാൾ മാത്രം എടുക്കുന്ന എഫേർട്ട് ആ ബന്ധം ഒരിക്കലും അധികകാലം കൊണ്ടുപോയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്, ആവശ്യമെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻ്റെ സഹായമൊക്കെ തേടാം. അതിനൊരിക്കലും മടികാട്ടരുത്. കാരണം സഹായം ചോദിക്കുന്നത് ഒരു ബലഹീനതയല്ല, അത് നമുക്കും നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം തന്നെയാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, സ്നേഹം നിങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന, നിങ്ങളുടെ സമാധാനം പോലും കവർന്നെടുക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ അതിൻ്റെ സ്നേഹമായിട്ടല്ല കാണേണ്ടത്. ആ ബന്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാനുള്ള ധൈര്യം നിങ്ങളവിടെ കാണിക്കുക. ഈ ഹെൽത്തി ലവ് എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.